ജീവിതം ഒരു പരീക്ഷണമോ അതോ ശിക്ഷയോ? മനുഷ്യൻ്റെ ആത്മാവ് എവിടെയാണ്? അതിനെ എന്താണ് ചിതറിക്കുന്നത്? പാപം, ശിക്ഷ, വികാരം, ദുർബലത, പ്രതീക്ഷ, ആത്മീയത? ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പരിമിതമായ കാലാവധിയിലേക്ക് പിറന്നവൻ. പക്ഷെ ചിലർ മരിച്ചിട്ടും മരിക്കാത്തവരായി തുടരുന്നു. അദ്ദേഹം എഴുതിയ ഓരോ വാക്കുകളും പറഞ്ഞ ഓരോ വിശേഷണങ്ങളും ഭൂമിയിൽ അലയുന്ന അവശിഷ്ടങ്ങൾ പോലെ തലമുറകളിൽ തങ്ങി നിൽക്കുന്നു. ഇതെല്ലാം താൻ അനുഭവിച്ചു പോയവയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൃതികൾ മനുഷ്യഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തൊടുന്ന ശബ്ദങ്ങളാണ്. അങ്ങനെ ഒരു എഴുത്തുകാരനാണ് ഫ്യോദർ ഡോസ്റ്റോയേവ്സ്കി. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഒറ്റാന്തരിയായ ഒരു എഴുത്തുകാരൻ്റെ ജീവിതവും കലയുമാണ് നാം അനുഭവിക്കാൻ പോകുന്നത്. രാത്രികൾ അനിദ്രമായപ്പോൾ, ക്യാപിറ്റലിസ്റ്റ് ലോകം അവനെ തള്ളി തരിപ്പണപ്പെടുത്തിയപ്പോൾ, മരണത്തിൻ്റെ വാതിലിലേക്ക് അവൻ നടന്നുപോയപ്പോൾ, അവൻ എഴുതിയ ഓരോ വാക്കും ഇന്നും നമ്മോട് സംസാരിക്കുന്നു. കൊല്ലവർഷം 1821 ഒക്ടോബർ 30. റഷ്യയുടെ ഹൃദയഭൂമിയായ മോസ്കോ എന്ന നഗരത്തിൽ ഒരു കൊച്ചു കുഞ്ഞൻ ജനിച്ചു. അവൻ്റെ പേര് ഫ്യോദർ മിഖായിലോവിച്ച് ഡോസ്റ്റോയേവ്സ്കി. അവൻ്റെ പിതാവ് മിഖായേൽ ഡോസ്റ്റോയേവ്സ്കി ഒരു കഠിനാനുഷ്ഠാനി, പിശുക്കനുമായിരുന്നു. സൈന്യത്തിൽ ഡോക്ടറായിരുന്ന അദ്ദേഹം കഠിന അനുശാസനവും ക്രൂരനീതിയും പിന്തുടരുന്ന ഒരു കടാറ് പിടിച്ച മനുഷ്യനായിരുന്നു. മാതാവ് മരിയ ഡോസ്റ്റോയേവ്സ്കി മറിച്ചായിരുന്നു. സ്നേഹസാന്ദ്രമായ, ദൈവവിശ്വാസിയായ, വായനാപ്രിയയായ അവളാണ് ഡോസ്റ്റോയേവ്സ്കിയുടെ ഹൃദയത്തിൽ ആദ്യമായി സാഹിത്യത്തിൻ്റെ നന്മയൊഴിച്ചത്. ജീവിതത്തിൽ ആദ്യം തന്നെ അവന് മനസ്സിലായി ജീവിതം 2 ഭാഗങ്ങളാണെന്ന്. ഒരു വശത്ത് കഠിനവും ക്രൂരതയും നിയമവും, മറ്റൊരു വശത്ത് സ്നേഹവും കലയും ദൈവവും. ഈ 2 ലോകങ്ങളും തമ്മിലുള്ള പോരാട്ടം അവൻ്റെ മനസ്സിൽ ഒരിക്കലും അവസാനിച്ചില്ല. അവൻ്റെ ബാല്യകാലം അത്ര സന്തോഷകരമായിരുന്നില്ല. കാരണം പിതാവ് കഠിന ശിക്ഷാ നയം പിന്തുടരുന്നിരുന്നു എന്ന് ചിലർ പറയുന്നു. അവർ താമസിച്ചിരുന്നത് ദരിദ്രരായ രോഗികൾ ചികിത്സ തേടിയിരുന്ന ഒരു ആശുപത്രിക്ക് അടുത്താണ്. അവിടെ ദാരിദ്ര്യവും രോഗങ്ങളും മരണവും ഡോസ്റ്റോയേവ്സ്കിയുടെ ബാല്യത്തെ അകത്തുനിന്നും തിന്നുകളഞ്ഞു. ഇത്തിരി പ്രായത്തിൽ തന്നെ അവന് ജീവിതത്തിൻ്റെ ഇരുണ്ട വശം നേരിൽ കണ്ടറിയാൻ കഴിഞ്ഞു. പിതാവിൻ്റെ കഠിനതയിലും ബിംബങ്ങൾ പോലെ നിരന്ന സുഖമില്ലാത്ത ജീവിതത്തിലും അവൻ്റെ ഉള്ളിലെ അകലം ഒരു ചോദ്യമുയർത്തി. എന്താണ് മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം? ഒരിക്കൽ അവൻ മാതാവിനോട് പറഞ്ഞു, നമുക്ക് ചുറ്റും എല്ലായിടത്തും ദുഃഖമാണ്, ദൈവം എവിടെയുണ്ട്? അവൻ്റെ ആ ചോദ്യത്തിനു മുമ്പിൽ നിസ്സംഗയായ ആ അമ്മ മൗനം പാലിച്ചു. അകത്തുനിന്നും തകർന്നു പോയ ബാല്യവും അജ്ഞാതത്വത്തിൽ നിറഞ്ഞ ഒരു യൗവനവും. 17-ാം വയസ്സിൽ ഫ്യോദർ ഡോസ്റ്റോയേവ്സ്കി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ നഷ്ടം അനുഭവിച്ചു. തൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട അമ്മ ക്ഷയരോഗത്താൽ മരിച്ചു. ഇതുവരെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും അവനെ കരുതിയിരുന്നു. പക്ഷെ അവളുടെ മരണം അവൻ്റെ ഹൃദയത്തിലെ ആത്മവിശ്വാസത്തെ കുത്തിനിരത്തിയ ഒരു വാളായി മാറ്റി. അമ്മയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ പിതാവ് അമിതമായി മദ്യം കഴിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് പിശുക്കനായിരുന്ന വ്യക്തി നേരെ വിപരീതമായ ഒരു മനുഷ്യനായി മാറുകയായിരുന്നു. പിതാവിൻ്റെ നീണ്ട മദ്യപാനത്തിൻ്റെ ആ നാളുകളിൽ ഒരിക്കൽ പിതാവിനെ ചില സുഹൃത്തുക്കൾ ചേർന്ന് കൊന്നുകളഞ്ഞു എന്നാണ് ചിലർ പറയുന്നത്. അത് ഒരു ഗൂഢനിഗൂഢമായ മരണമായിരുന്നു. പിതാവിൻ്റെ മരണത്തിലും അവൻ്റെ മനസ്സിൽ പ്രതീക്ഷയില്ലാത്ത ദുർവ്യാകുലതയുണ്ടായി. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ മറക്കാനാവാത്ത ഒരു ഭയക്കാഴ്ച ഈ സംഭവത്തിൽ നിന്നും ജനിച്ചു. തൻ്റെ പിതാവിൻ്റെ ഭയപ്പെടുത്തുന്ന ആ മരണം അവനെ ഒരു അപസ്മാര രോഗിയാക്കി മാറ്റി. പിന്നീട് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന തൻ്റെ നോവലിൽ കർത്താവിനെ കൊന്ന ആത്മഹത്യാ വിചാരങ്ങളിൽ പൊള്ളുന്ന റാസ്കൊളാഷ്നിക്കോവ് എന്ന കഥാപാത്രത്തിൽ ഈ ഭയം അദ്ദേഹം അടയാളപ്പെടുത്തി. പക്ഷേ ഈ കഠിനാനുഭവങ്ങൾക്കിടയിലും അവൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു. 1838 ഡോസ്റ്റോയേവ്സ്കി സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് സർവകലാശാലയിൽ ചേർന്നു. ഇത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതമാർഗം കണ്ടെത്താനുള്ള തുടക്കമായിരുന്നു. ഒരുപക്ഷെ സാഹിത്യമാണ് അവൻ്റെ സ്വപ്നം. പക്ഷെ ജീവിതം അവനെ സൈനിക എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിർബന്ധിതനാക്കി.
ഒരു നോവലിസ്റ്റായി ജീവിക്കാൻ ആഗ്രഹിച്ച അവൻ സൈനിക അധ്യാപകർക്കിടയിൽ മിതഭാഷിയായ ഒരു കണക്കുകാരനായി ജീവിക്കേണ്ടി വന്നു. ആ പഠനത്തിൽ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ്റെ മനസ്സ് ഗ്രന്ഥശാലകളിലേക്കും ലേഖനങ്ങളിലേക്കും വിശ്വാസത്തിൻ്റെയും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തത്വശാസ്ത്രങ്ങളിലേക്കുമാണ് ഓടിയിരുന്നത്. അവിടെ നിന്നാണ് അവൻ ആദ്യമായി സാഹിത്യത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. ഒരു രാത്രിയിൽ തീർച്ചയില്ലാത്ത ചിന്തകളുടെ ഇടയിൽ അയാൾ ഒരു കഥാകൃത്തായി. ഒരു കണക്കുപഠന വിദ്യാർത്ഥി എന്ന നിലയിലല്ല, ഒരു പൂർണ്ണ കലാകാരൻ എന്ന നിലയിൽ. ആദ്യത്തെ നോവൽ അവൻ്റെ മനസ്സിലെ എല്ലാ വിചിത്ര തത്വങ്ങളും നിറഞ്ഞ ഒരു കൃതി. 1845 തൻ്റെ ആദ്യ കൃതിയായ പുവർ ഫൂൾ എഴുതി തീർത്ത് നോവൽ പ്രസിദ്ധീകരിച്ചതോടെ റഷ്യൻ സാഹിത്യം കണ്ണു തുറന്നു. അന്തരീക്ഷം പുതിയൊരു പ്രതിഭയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രശസ്ത റഷ്യൻ സാഹിത്യ നിരൂപകൻ വിസാരിയോൺ ബെൻഡിൻസ്കി, റഷ്യൻ സാഹിത്യത്തിലെ പ്രബോധകനായിരുന്ന ആ മനുഷ്യൻ ഈ കൃതി വായിച്ചപ്പോൾ അമ്പരന്നു. അവിടെ റഷ്യൻ സാഹിത്യത്തിൻ്റെ ഒരു പുതുജന്മം ഉയർന്നിരിക്കുന്നു. ഡെസ്തോയെവ്സ്കി ഒരു ജീനിയസ് ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡെസ്തോയെവ്സ്കി ആരോ ഒരാളല്ല എന്നതിൻ്റെ അടയാളമായി ഈ ആദ്യ കൃതി വലിയ വിജയമായി മാറി. ഇവിടെയാണ് അവൻ്റെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് തിരിയുന്നത്. ഫ്യോദറിന് സാഹിത്യരംഗത്ത് പ്രശസ്തി ഏറി വരികയായിരുന്നു. അവൻ പുതിയ ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ വിപ്ലവ ചിന്തകരായ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായി. 1847 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പെത്രഷെവ്സ്കി കൂട്ടായ്മ, ഒരു രഹസ്യ ചർച്ചാവേദി, റഷ്യയിലെ സാമൂഹിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടായ്മ. ഡോസ്റ്റോയെവ്സ്കി സാധാരണക്കാരൻ്റെ ശബ്ദമാകണമെന്ന് ആഗ്രഹിച്ചു. അവനവിടെ സാമൂഹ്യനീതിയും സ്വതന്ത്രത്തിൻ്റെയും ആലോചനകളിൽ മുഴുകി. പക്ഷേ ഈ ചർച്ചകൾ ഭയാനകമായ ഒരു വാതായനം തുറക്കപ്പെടുകയാണ് ഉണ്ടായത്. റഷ്യൻ ചാരസംഘം പെത്രഷെവ്സ്കി കൂട്ടായ്മയെ നിരീക്ഷിക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ ചാരന്മാരും സൈന്യവും വീടുകളിലേക്ക് കയറി അവരെ പിടികൂടി. ഡോസ്റ്റോയെവ്സ്കിയെ അരാജകവാദിയെന്നാരോപിച്ച് സൈന്യം അവനെ തടവിലടച്ചു. തീർച്ചയായ ശിക്ഷ, മരണത്തിനരികിലെ നിമിഷങ്ങൾ. 1849 ഡിസംബർ. ഒരു മനുഷ്യൻ തണുത്ത കല്ലിൻ്റെ അറയിൽ കാത്തിരിക്കുന്നു. അവൻ്റെ മുൻപിൽ മരണത്തിൻ്റെ കറുത്ത ഭിത്തി. ഡോസ്റ്റോയെവ്സ്കിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും രാജ്യദ്രോഹക്കുറ്റം ചുമത്തി റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷ നടപ്പാക്കേണ്ട ദിവസമെത്തി. ഫ്യോദറെ തൂക്കുമരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി. ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങൾ. അവൻ്റെ ഉള്ളിൽ മാത്രം ആവർത്തിച്ച ചിന്ത എല്ലാം അവസാനിച്ചു. സൈന്യത്തിന് വെടിവെക്കാൻ കമാൻഡ് നൽകാൻ 3 സെക്കൻഡ് മാത്രം. ഒരിക്കൽ ആ കമാൻഡ് ഉയർന്നാൽ ജീവിതം ഒരിക്കലും തിരിച്ചു കാണാൻ കഴിയാത്ത അഗാധതയിലേക്ക് വീണുപോകും. ജീവിതത്തിനും മരണത്തിനുമിടയിലെ അവിശ്വസനീയമായ നിമിഷങ്ങൾ. പക്ഷേ അതിനു മുമ്പ് കുടുംബരാജകുമാരൻ അലക്സാണ്ടർ രണ്ടാമൻ മേധാവിത്വം വഹിച്ച പുതിയ ഒരു ഉത്തരവിൻ്റെ വാർത്ത അവിടെ പാഞ്ഞെത്തി. വധശിക്ഷ അക്ഷരാർത്ഥത്തിൽ അവസാന നിമിഷം റദ്ദാക്കിയിരിക്കുന്നു. ഡോസ്റ്റോയെവ്സ്കിയും കൂട്ടുകാരും ആശ്വാസം കൊള്ളുന്നു. പക്ഷേ കണ്ണുകളിൽ കണ്ണീരും ഭയവും. ഇത് ഒരു മരണത്തിനരികെ നിന്നും തിരിച്ചു കൊണ്ടുവന്ന പുനർജന്മമായിരുന്നു. പക്ഷേ ഈ ക്ഷമ തുടർന്നുള്ള 7 വർഷത്തെ കഠിന തടവിൻ്റെയും ചങ്ങലയ്ക്കിട്ടപ്പെട്ട ജീവിതത്തിൻ്റെയും തുടക്കമായി. 1849 ഒരു ഡിസംബർ രാത്രി. ഒരു തീവണ്ടി കനൽക്കരിയില്ലാത്തക്കവണ്ണം സൈബീരിയയിലേക്ക് നീങ്ങുന്നു. അകത്തുള്ള ആളുകൾ ചൂടിനായി ഉരുണ്ടുകൂടി. പക്ഷേ അതിലൊരു മനുഷ്യൻ മാത്രം പുറത്തുള്ള തണുപ്പിൽ അകന്നു നിൽക്കുന്നു. ഡോസ്റ്റോയെവ്സ്കിയെ റഷ്യയുടെ ഏറ്റവും ഭയാനകരമായ പ്രദേശമായ സൈബീരിയയിലേക്ക് തടവ് ശിക്ഷയ്ക്ക് അയക്കുന്നു. അവിടെയാണ് അവൻ്റെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് തിരിയുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു പോകാനാകില്ലെന്ന് തോന്നിപ്പിക്കുന്നൊരു യാത്ര. സർവശക്തനായ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അവജ്ഞക്കാർ എന്ന പേരിൽ അവരെ 3 വർഷത്തേക്ക് കഠിന തടവിലേക്ക് കയറ്റി. സൈബീരിയയിലെ ഓംസ്ക് തടവറ. 100 കണക്കിന് ആളുകൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ആത്മപരിശോധന ആരംഭിക്കുന്നു. കല്ലുമേടയുള്ള ഒരു വാതിൽ, തടവറയുടെ അകത്തുള്ള ഇരുണ്ട ഇടങ്ങൾ. ഇവിടെ മാനവികതയില്ല. ചുറ്റും പകയും അസഹ്യതയുള്ള തടവുകാരും അഴുക്കും ചീത്ത കണ്ണുകളുമുള്ള ജയിൽ അധികൃതരും. ഇവിടെയാണ് അവൻ മനുഷ്യൻ്റെ ആന്തരിക പ്രകൃതിയെ ഗൗരവമായി പഠിക്കാൻ തുടങ്ങുന്നത്. വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ വീഴ്ചയും ഉയർച്ചയും. മനുഷ്യൻ എത്രത്തോളം ദുർഗതിക്കിരയാകുമ്പോഴും അവനിൽ എന്തെങ്കിലും ഉച്ചതയോ നന്മയോ ശേഷിക്കുമോ എന്ന ചിന്ത.
ഒരിക്കൽ ഒരു തടവുകാരൻ ഡോസ്റ്റോയേവ്സ്കിക്ക് ഒരു പുസ്തകം നൽകി, ഒരു പഴയ ബൈബിൾ. അവിടെ അതുമാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ. അത്രമേൽ അവിശ്വാസിയായിരുന്ന ഡോസ്റ്റോയേവ്സ്കി പക്ഷേ അതിൻ്റെ ഓരോ പേജിലും അവൻ പുതിയ ജീവിത സന്ദേശം തേടി. ബൈബിളിലൂടെ മനോവിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നു. അതികാഠിന്യമേറിയ ശിക്ഷയുടെ നാളുകൾ. തൻ്റെ കൺമുമ്പിൽ ആ സമയത്ത് മനുഷ്യൻ്റെ ഏറ്റവും ഭയാനകരമായ മുഖങ്ങൾ അദ്ദേഹം കണ്ടു. ഒരു തടവുകാരൻ ഒരു കൂട്ടുകാരനെ കൊന്നത്, മറ്റൊരാൾ കറുത്ത കൂരിരുളിൽ ആത്മഹത്യ ചെയ്തത്. തൻ്റെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്ന് ശക്തിപ്പെട്ടു അവൻ്റെ ചിന്താലോകം. വളരെ സങ്കീർണമായ മനുഷ്യ മനസ്സിൻ്റെ നീക്കങ്ങൾ അവൻ ശ്രദ്ധിച്ചു പഠിച്ചു. തുടർന്നുള്ള നീണ്ട ശിക്ഷയുടെ നാളുകൾക്കിടയിൽ 1854 ചങ്ങലകൾ എടുത്തുമാറ്റപ്പെടുന്നു. ഡോസ്റ്റോയേവ്സ്കി മോചിതനായി. പക്ഷെ അവൻ മോചിതനോ അതോ ഒരു പുതിയ തടവിൻ്റെ തുടക്കത്തിലാണോ? മാനസികമായി വളരെ സങ്കീർണതകളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ ആകെ തെറ്റിയ മട്ടിലായിരുന്നു. ഒരിക്കൽ കഠിന തടവുകാരനായ ഡോസ്റ്റോയേവ്സ്കി ഇപ്പോൾ സൈനിക സേവകൻ്റെ വേഷത്തിൽ പുറത്തേക്ക് കടക്കുന്നു. ഒരു അവജ്ഞക്കാരൻ എന്ന നിലയിൽ ജയിലിൽ കിടന്നവൻ ഇപ്പോൾ സാമ്രാജ്യത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായി മാറി. കഠിന തടവിൽ ആശയപരമായ ശിക്ഷ അനുഭവിച്ചവൻ ഇപ്പോൾ വ്യാജ ജീവിതം തുടരുന്നു. ഒരു വിപ്ലവകാരിയായ എഴുത്തുകാരൻ ഒരു സാധാരണ പട്ടാളക്കാരനായി മാറിയിരിക്കുന്നു. തടവിന് ശേഷം ലിങ്കംസ്കി എന്ന ചെറിയ പട്ടണത്തിലെ അവൻ്റെ ജീവിതം തുടരുന്നു. 1857 ഫ്യോദറുടെ ജീവിതത്തിലേക്ക് സൈബീരിയയിൽ അവനെ പരിചരിച്ച ഒരു സ്ത്രീ കടന്നു വരുന്നു, മരിയ ദിമിട്രിവ്ന. അവളുടെ ജീവിതം ദുഃഖത്തിലും നിരാശയിലുമായിരുന്നു. മുൻ ഭർത്താവിൻ്റെ കഠിനമായ സ്വഭാവത്തിൽ തളച്ചു പോവുകയാണവൾ. പക്ഷേ അവളുടെ കണ്ണുകളിലെ ദുഃഖം ഡോസ്റ്റോയേവ്സ്കിക്ക് ഒരിനം അനുഭവം, വേദന, കഥ പറയാനുള്ള ഒരു അടിത്തറ നൽകി. മരിയയുടെ മുൻ ഭർത്താവ് മരിച്ചു. ഡോസ്റ്റോയേവ്സ്കി അവളെ വിവാഹം കഴിച്ചു. പക്ഷേ ഈ വിവാഹം സ്നേഹത്തിൻ്റെ ആഴത്തിലായിരുന്നു. ഒരു മനുഷ്യൻ വീണ്ടും ജീവിതത്തിലേക്ക് ചാടാൻ ശ്രമിച്ചതായിരുന്നു. ഒരു എഴുത്തുകാരൻ്റെ കൈകളിൽ ചങ്ങലകളില്ല, പക്ഷേ മനസ്സിലുണ്ട്. അതിനിടെ അവൻ വീണ്ടും എഴുതി തുടങ്ങി. അവരുടെ വിവാഹബന്ധം അധികം മുന്നോട്ട് പോയില്ല. തൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ഉലച്ചിലിനിടയിൽ പുതിയ ജീവിതം, പുതിയ അനുഭവങ്ങൾ, പുതിയ കൃതികൾ. ഒരു കുരിശിറങ്ങിയത് മാതിരിയാണ് ഡോസ്റ്റോയേവ്സ്കിക്ക് തോന്നിയത്. അവൻ വീണ്ടും എഴുത്തിലേക്ക് തിരിച്ചു. 1860 ഡോസ്റ്റോയേവ്സ്കി വീണ്ടും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മടങ്ങി. പക്ഷേ അവിടെയുള്ള അവൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. ഒരു കാലത്ത് തന്നെ തള്ളിപ്പറഞ്ഞ സമൂഹത്തിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം വീണ്ടും ദുഷ്കരമാക്കുക തന്നെ ചെയ്യും. അവരദ്ദേഹത്തെ ഒരു നികൃഷ്ട ജീവിയെപ്പോലെ മാത്രമാണ് കണ്ടിരുന്നത്. തടവറയിൽ നഷ്ടപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയം, സമൂഹത്തിൽ അവന് നേരിടേണ്ടി വന്ന അവജ്ഞ, സ്വന്തം സഹോദരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾ, പേറേണ്ടി വന്ന തൻ്റെ ദുരവസ്ഥ, ഇതിൻ്റെ എല്ലാം കൂടെ എഴുതുവാനുള്ള ത്വര, അങ്ങനെ വിവിധങ്ങളായ ജീവിത പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടുവാൻ അദ്ദേഹം മുഴുകുടിയനായ ഒരു ചൂതുകളിക്കാരനായി മാറി. ഇത് ആ സമൂഹവുമായിട്ടുള്ള അവൻ്റെ ബന്ധം കൂടുതൽ ദുഷ്കരമാക്കി. മരണപ്പെട്ട ഭാര്യ, ഉപേക്ഷിച്ചു പോയ കാമുകി, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ ഒറ്റപ്പെടലിൻ്റെ അഗാധമായ കൂരിരുട്ടിൽ, കറുത്ത ദാരിദ്ര്യത്തിലും താൽക്കാലികമായ തൻ്റെ ആത്മാവിൻ്റെ ആശ്രയം ചൂതുകളിയിൽ സമർപ്പിച്ചു. കടം വാങ്ങിയ രൂപ കൊണ്ട് ചൂത് കളിച്ച് മദ്യപിച്ച് ഒടുവിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക്, നിലയില്ലാ കയത്തിലേക്ക് അനുദിനം കൂപ്പുകുത്തിയ ആ എഴുത്തുകാരൻ മനസ്സിൽ സ്വയം ശപിച്ചുകൊണ്ട് താനെ ആ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. അതികഠിനമായ മാനസിക വ്യതയുടെയും ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചൂതുകളിയുടെയും മദ്യത്തിൻ്റെയും അനുദിന രാത്രികൾ. ചിന്തകളുടെ ആധിക്യം മൂലം എഴുത്തിനോടുള്ള അഭിനിവേശം അദ്ദേഹത്തിന് മറക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജീവിത സാഹചര്യങ്ങളുടെ അതിപ്രസരം കാരണം എഴുതാൻ സാധിക്കുന്നുമില്ല. ഒടുവിൽ തൻ്റെ ഏക സമ്പാദ്യമായ തൻ്റെ രചനകളുടെ ഉടമസ്ഥാവകാശം പണയപ്പെടുത്തേണ്ടി വരുന്ന ഒരു കരാറിലേർപ്പെട്ട അദ്ദേഹം അത് നഷ്ടമാവാതിരിക്കാൻ പണം വാങ്ങിയ ആളിന് ഒരു നിശ്ചിത തീയതിക്കകം താനൊരു നോവൽ എഴുതി തീർത്തു തരാമെന്ന ഉടമ്പടി ഒപ്പിടുന്നു. എന്നാൽ നിശ്ചിത തീയതിക്കകം അത് എഴുതി കൊടുക്കുവാനുള്ള ശാരീരിക ആരോഗ്യം ഡോസ്റ്റോയേവ്സ്കിക്ക് ഉണ്ടായിരുന്നില്ല. കലുഷിതമായ മനസ്സും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും
ഭയവുമായി അയാൾ തള്ളി നീക്കിയ ദിനങ്ങൾ ഒരു നാൾ അയാൾക്ക് ഒരു ആശയമുദിക്കുന്നു. ഏതായാലും പറഞ്ഞ തീയതിക്കുള്ളിൽ ഒരു നോവൽ എഴുതി തീർക്കാൻ തനിക്ക് ആവില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച അദ്ദേഹം തൻ്റെ ആശയം പകർത്തി എഴുതുവാനായി ഒരു സ്റ്റെനോയെ വയ്ക്കാം എന്ന തീരുമാനത്തിലെത്തിച്ചേരുന്നു. തനിക്ക് വേണ്ടി ഒരു സ്റ്റെനോഗ്രാഫറെ തിരയുവാനായി ഫ്യോദർ തൻ്റെ സുഹൃത്തിനോട് പറയുന്നു. അങ്ങനെ സുഹൃത്തിൻ്റെ അന്വേഷണപരമായി ഒരു സ്റ്റെനോയെ അവർ കണ്ടെത്തുന്നു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയും തൻ്റെ ചുമലിലേറ്റിയ ഒരു പാവം പെൺകുട്ടി. അന്ന സ്നിക്റ്റ്കിന എന്നായിരുന്നു അവളുടെ പേര്. ഫ്യോദറുടെ വലിയ ആരാധികയായിരുന്നു അവൾ. താൻ ആരാധിക്കുന്ന എഴുത്തുകാരൻ്റെ സ്റ്റെനോയായി വർക്ക് ചെയ്യാൻ സാധിച്ചത് അവളുടെ ഭാഗ്യമാണെന്ന് കരുതി വളരെ ആഹ്ലാദത്തോടെ അവൾ ആ ജോലിക്കെത്തി. എന്നാൽ അന്ന അവിടെ കണ്ടത് അതുവരെ കാണാത്ത സ്വഭാവ സവിശേഷതകളുമായി ജീവിക്കുന്ന ഫ്യോദറെയാണ്. ആദ്യം അവൾ അടുത്തെറിഞ്ഞപ്പോൾ അവൾക്ക് കടുത്ത നിരാശ അനുഭവപ്പെട്ടു. താൻ ആരാധിച്ചിരുന്ന ആ വലിയ എഴുത്തുകാരൻ താൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത പ്രതിസന്ധിയിൽ ജീവിക്കുന്ന കഷ്ടതകളുടെ മൂർത്തിവത് ഭാവമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പതിയെ അവൾ അയാളിലൂടെ, ആ ജീവിത സാഹചര്യങ്ങളിലൂടെ, അയാളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ സഞ്ചരിച്ച് അയാളെ ഇഷ്ടപ്പെടുന്നു. ഫ്യോഡറെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ അന്ന തന്നെ അയാൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിലവിലുള്ള പ്രതിസന്ധികളെയും ജീവിത സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ അന്ന ഫ്യോഡറെ സഹായിക്കുന്നു. തുടർന്നങ്ങോട്ട് അവരുടെ ജീവിതം സന്തോഷകരമായി മാറുന്നു. സങ്കീർണമായ മനുഷ്യൻ്റെ അവസ്ഥകളിലൂടെ സഞ്ചരിച്ച എഴുത്തുകാരൻ, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കണ്ടെടുത്ത കഥാപാത്രങ്ങൾ, കാലത്തെ അതിജീവിച്ച ആ എഴുത്തുകാരൻ 1881 നിരവധി പുസ്തകങ്ങൾ എഴുതിയതിനു ശേഷം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ അക്കാലവും കിടന്ന് ഇക്കാലത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എക്കാലവും നിലനിൽക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.